ഞങ്ങളെ പോലെ ഉള്ളതുകൊണ്ടാണ് മാനേജർ ഇവിടെ ഇരിക്കുന്നത്. എന്റെ കഥയൊന്നും നീ പറയണ്ട. എന്തോ നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ മരിച്ചെടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? പെണ്ണുങ്ങളെ പേടിച്ചുള്ളോ? അല്ല, നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ലോൺ എടുക്കാൻ പറ്റില്ല. ആരോടും വിടാതിരിക്കാനാ? ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദകൾ പറഞ്ഞു. വിളിക്ക് പോലീസിനെ. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിന്റെ പണിയെടുക്കും. ക്ലോസ് ചെയ്ത് ക്ലോസ് തരും അക്കൗണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ലല്ലേ? എന്നാ ഇയാൾ വന്നിട്ട് കൃഷി ചെയ്ത് വന്നു നോക്കും. ഇയാളെന്താ പല മാനേജർമാരുടെ അടുത്തും ഇതിലേക്ക് എത്ര ഡീസൽ പുള്ളിക്ക് മലയാളം ശരിക്കറിയില്ല. എന്ത് മര്യാദ കൂടി പെരുമാറുന്നത്? എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ തന്നെ കപ്പയില് എടോ ഞാൻ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു കാര്യം. താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് ഇവിടുന്ന് തന്നെ താമസിച്ച് തന്നെ വീട്ടിൽ കൊണ്ട് കൊടുത്താണ്. ഇവിടെയല്ല പറഞ്ഞേ. ജനങ്ങളോട് താൻ പിടിക്കണേ. എന്നെ തരണോ? എന്നെ തരണോ? പിടിച്ചു കൊണ്ടോട്. ഇവിടെ ബാങ്ക് ജനങ്ങൾക്കുള്ള ബാങ്ക് ജനങ്ങൾക്കുള്ള അക്ഷരം എന്താണ് യോഗ്യത? പോയിക്കൊള്ളണം. എന്റെ യോഗ്യത കൊണ്ടുപോയിക്കോ. എനിക്ക് വിദ്യാഭ്യാസമുള്ള പിള്ളേരുണ്ടോ? പിടിച്ചു കൊണ്ടുപോയിക്കോ. മേലെ നീ കയറ്. മേളിൽ കയറുന്ന എടാ എങ്കിൽ എന്നെ ഇവിടെ ഇത്ര നാൾ എന്നെ കയറ്റി വരണ എത്ര വട്ടം കയറ്റി ഞാൻ വിളിക്കാതെ അങ്ങനെയൊന്നുമല്ല. ഇനി പഠിപ്പിക്കണ്ട. നമുക്ക് ആ കൊച്ചൊക്കെ എന്നെ അറിയുന്ന ഞങ്ങളൊരു നാട്ടുകാരാ. ഇവിടെ പല നാട്ടുകാരുള്ളതായി മിനിയാൻ തന്നെ ആശയവെച്ച് വിടാ. അതിന് ഓർമ്മയുണ്ടോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. പോയിക്കൊള്ളണം. ലോൺ തരികയല്ല കൃഷി ഇവിടെ കുറെ എന്റെ നാട്ടുകാരാണ്. നിങ്ങളെ കാര്യം നടക്കണം. ഇവനെ കൊണ്ടുപോയിക്കോ. മേലിൽ ഇവൻ കയറാൻ പാടില്ല ഇങ്ങോട്ട്. പുഷ്പയും ബാങ്ക് കയറാൻ പാടില്ല. ഇവൻ ബാങ്ക് കയറാൻ പറയാ. ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പോലാണ്.